പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ത്യക്കാർ നമ്മുടെ രാജ്യം അസാധാരണത്വങ്ങളും അത്ഭുതങ്ങളും കൊണ്ട് നാം ഞെട്ടുന്നു. അതിലേറെ നാം ഭയപ്പെടുന്നു. നമ്മുടെ രാജ്യത്ത് പണക്കാരല്ലാത്ത നമുക്ക് നീതി കിട്ടുമോ? കാരണം തികച്ചും യാദർച്ഛികമായാണ് ഒരു ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ വീടിന് തീ പിടിച്ചത്. അന്ന് പണക്കൂമ്പാരങ്ങൾ കത്തിയമരുന്നത് കണ്ട് നാം ഞെട്ടിപ്പോയി. ഇക്കണക്കിനാണെങ്കിൽ തീപിടുത്തത്തിലൂടെ അല്ലാതെയോ ഏതെങ്കിലും കാരണത്താലോ ഇത്തരം യാദർച്ഛികതകൾ സംഭവിച്ചാൽ നമ്മുടെ ജഡ്ജിമാരുടെ 60% പേരുടെയും പൊയ്മുഖം ഇവിടെ അഴിഞ്ഞു വീഴും. അതിനർത്ഥം നാം ഇന്ത്യൻ ജനങ്ങൾ നീതി ലഭിച്ചുകൊണ്ടാണോ ഇവിടെ ജീവിക്കുന്നത്? അല്ലേ അല്ല. ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇന്ത്യൻ ജനങ്ങൾക്ക്, പാവപ്പെട്ടവന് ഇവിടെ നീതി ലഭിച്ചിരുന്നുവോ? ഇല്ലേ ഇല്ല. സ്വാതന്ത്ര്യത്തിന് മുൻപ് നമ്മുടെ നാട്ടിൽ നീതി നടപ്പാക്കിയിരുന്നത് ബ്രിട്ടീഷ് സ്വേച്ഛാധിപത്യമായിരുന്നു. അതിനു മുൻപ് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നീതി നടപ്പാക്കിയിരുന്നത് രാജാക്കന്മാരുടെ ഭരണകൂടങ്ങളായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ജനാധിപത്യ ഭരണകൂടം വന്നപ്പോൾ, മനോഹരമായ ജനാധിപത്യം, അതായത് എല്ലാവർക്കും തുല്യമായ നീതിയും തുല്യമായ ജീവിത സൗകര്യങ്ങളും തുല്യമായ അവസ്ഥയും നൽകാനുള്ള സാഹചര്യം വന്നപ്പോൾ വീണ്ടും ഇവിടെ ഭരണാധികാരികളായവർ ഇവിടെ സ്വേച്ഛാധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ അതിനുവേണ്ടി നമ്മുടെ യുവതലമുറയെ മയക്കുമരുന്നും കള്ളും കഞ്ചാവും നൽകി അവരുടെ കർമ്മശേഷിയും അസ്തിത്വവും തകർക്കുന്നു. അതിന് കൂട്ടുനിന്നുകൊണ്ട് ഇവിടെ അന്ധവിശ്വാസത്തിൻ്റെ അന്ധകാരത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ നയിക്കുന്ന മതങ്ങളും അതിനൊത്താശ ചെയ്തു കൊടുക്കുന്നു. ഇതിന് രണ്ടിനും ഇടയിൽപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവതലമുറയ്ക്ക് ഇവിടെ നീതി നേടിയെടുക്കാൻ കഴിയുമോ? തീർച്ചയായും നമ്മൾ കൂട്ടായി ചിന്തിക്കണം. കൂട്ടായി ഇതിനൊരു പരിഹാരം തേടണം. ഗുഡ് ബൈ.